നമസ്കാരം, ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഗുജറാത്തി തേപ്പലയാണ്. ഗുജറാത്തി തേപ്പല എന്നാൽ നമ്മുടെ കേരളത്തിലെല്ലാം ചെയ്യുന്ന മാതിരി തന്നെ ഒരു ചപ്പാത്തി തന്നെയാണ്. അവരുടെ ഇഷ്ട ഭക്ഷണമാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. തേപ്പലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തേപ്പലയ്ക്കായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ടയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, 1 ഞുള്ള് ജീരകത്തിൻ്റെ പൊടിയും കായപ്പൊടിയും, ഉപ്പ് ആവശ്യത്തിന്, ചതച്ച മുളക്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം വെള്ളം ചേർത്തിട്ട്. ഇതിന് ഞാൻ കൈ കൊണ്ട് കുഴച്ച് കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ആ ഡോ റെഡിയായി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി കൈ കൊണ്ട് കുഴയ്ക്കാൻ പോവാണ്. നമ്മുടെ തേപ്പലയ്ക്കുള്ള ആട്ട ഇപ്പം എല്ലാം ഡോ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നല്ലപോലെ കുഴച്ചെടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാത്തിൻ്റെയും കളർ കൂടിയിട്ട് നല്ല തേപ്പലയുടെ നല്ല കളറായിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചെറിയ ബോളുകളാക്കി പരത്തിയിട്ട് നമ്മൾ ചുട്ടെടുക്കും. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ആ തേപ്പല എടുത്തിട്ട് ബോൾ എടുത്തിട്ട് നമ്മൾ ചെറിയ ബോളായിട്ട് ഇടണം. ഒരു നെല്ലിക്കയുടെ വലിപ്പമാണ് വേണ്ടത്. തേപ്പല ഗുജറാത്തികൾ കൂടുതലും വളരെ നൈസായിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. പിന്നെ നമുക്കിഷ്ടമുള്ള ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് അതിൻ്റെ കനം കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം നമ്മൾ തേപ്പലയുടെ ബോളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് മൈദ തൂവി അത് പരത്തിയെടുക്കണം. നമുക്ക് മൈദ ഇങ്ങനെ തൂവി കഴിഞ്ഞാൽ ഒട്ടി പിടിക്കത്തില്ല. ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളത് പരത്തിയെടുക്കണം. ഇനി തേപ്പല ഞാൻ പരത്തിയാണ്. അങ്ങനെ നമ്മുടെ തേപ്പല എല്ലാം പരത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അതിന് എണ്ണ തൂവിയിട്ട് ചുട്ടെടുക്കണം. ദോശക്കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേപ്പല ഓരോന്നായിട്ട് ഇടുകയാണ്. ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വലിയ കല്ലൊന്നും വീട്ടിലൊരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ നമുക്ക് ഓരോന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ കുറേശ്ശെ തെളിച്ചു കൊടുക്കണം. നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനെ മറിച്ചിടണം. നമ്മുടെ തേപ്പല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഗുജറാത്തി തേപ്പല എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.